ഒരു പഴയ മുദ്രാവാക്യം എനിക്ക് ഓർക്കാനുണ്ട്, അത് ഓർമ്മിപ്പിക്കാനുമുണ്ട്. ആ മുദ്രാവാക്യം സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരായി വിയറ്റ്നാം ജനത ഒറ്റക്കെട്ടായി പോരാടിയ കാലത്ത് ഇന്ത്യ ആകെ വിളിച്ച മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം അന്ന് കേരളത്തിലെയും ക്യാമ്പസുകളിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചിട്ടുണ്ട്. മുദ്രാവാക്യം ഇങ്ങനെയാണ്: മേരാ നാം തേരാ നാം വിയറ്റ്നാം വിയറ്റ്നാം എന്നായിരുന്നു. അർത്ഥം എൻ്റെ പേരും നിൻ്റെ പേരും വിയറ്റ്നാം വിയറ്റ്നാം എന്നാണ്. അതൊരു ആവേശമുണ്ടാക്കിയ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഓർത്തുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് പറയാൻ ശ്രമിക്കുന്നു: മേരാ നാം തേരാ നാം LDF LDF. അത് എല്ലാവരും പറയണം, കൈയടിച്ച പോരാ, എല്ലാവരും പറയണം. ഞാനിത് മാത്രം പറയും, മേരാ നാം തേരാ നാം എന്ന് പറയും, ബാക്കി നിങ്ങൾ പറയണം. പറയട്ടെ: മേരാ നാം തേരാ നാം, മേരാ നാം തേരാ നാം, മേരാ നാം തേരാ നാം. ഇതാണ് വികാരം, ഇതാണ് തീരുമാനം. അതെല്ലാം ആഴമേറിയ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. ആ രാഷ്ട്രീയം നീതിയുടേതാണ്, ആ രാഷ്ട്രീയം നന്മയുടേതാണ്, ആ രാഷ്ട്രീയം വിജയത്തിൻ്റെതാണ്. ആ രാഷ്ട്രീയ മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്ത, പാർപ്പിടം കൊടുത്ത, വീട് കൊടുത്ത, വിദ്യാഭ്യാസം കൊടുത്ത രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ 10 വർഷങ്ങൾ നാം പൂർത്തിയാക്കി. ഇനി അതിൻ്റെ എല്ലാം തുടർച്ച വേണം. ആ തുടർച്ചയ്ക്കായി നാം ചോദിക്കുന്നത് LDFൻ്റെ 3-ാം ഊഴമാണ്. ആ 3-ാം ഊഴം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഏതാനും ആഴ്ച കഴിയുമ്പോൾ, മാസങ്ങളല്ല ആഴ്ച കഴിയുമ്പോൾ നാം പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നത്. അതുവരെയും, ആ വിജയമുണ്ടാക്കുന്നത് വരെയും നമുക്കാർക്കും വിശ്രമിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് ആ വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കട്ടെ: LDFൻ്റെ 3-ാം ഊഴം വരില്ലേ? LDFൻ്റെ 3-ാം ഊഴം വരില്ലേ? വരും. ആ ഉറപ്പിൻ്റെ കാവൽക്കാരാണ് നമ്മൾ.